ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ വൈജയന്തി ഇങ്ങനെ പുകഴ്ത്തി പറയട്ടോ, ജയമേഡത്തെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവാണ്. ഒരു ദിവസം അങ്ങനെ ജയമേഡം ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ, ലീവാണെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ പറയണ്ട, ആകെ പോക്കാണ് എന്നൊക്കെ. എങ്ങനെ ഇങ്ങനെ പോസിറ്റീവ് എനർജി കിട്ടുന്നു, എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇങ്ങനെ തള്ളല്ലേ മാഷി എന്ന് പറയുമ്പോൾ, തള്ളുന്ന ഒന്നുമില്ല, സത്യം ഞാൻ പറയുന്നതെന്ന് പറയാട്ടോ അയാൾ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് മറക്കും, എന്നിട്ടാണ് ഞാൻ ജോലിക്ക് വരുന്നതെന്ന് പറയാട്ടോ. അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, അതിന് ജയമേഡത്തിന് എന്താണ് ഇത്രയ്ക്ക് പ്രശ്നങ്ങളുള്ളത്, എന്ത് പ്രശ്നങ്ങളെന്ന് ചോദിക്കുമ്പോൾ, പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറയാണ് വൈജ. എന്നിട്ട് ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങൾ പറയാട്ടോ. വീട്ടിലെ അമ്മ കാല് വയ്യാണ്ട കിടപ്പല്ലേ എന്ന് പറയട്ടോ. അതങ്ങ് തറവാട്ടിലല്ലേ എന്ന് ചോദിക്കട്ടെ സേതു. അല്ല, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, നമ്മുടെ ശ്രദ്ധ ഒന്നും വേണ്ടേ അമ്മയ്ക്ക്? അതിനിപ്പോൾ എന്തത്ര കുഴപ്പം? അത് നല്ല വേണമല്ലോ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, അതല്ല കുഴപ്പം. അമ്മയെ നോക്കാനെന്നും പറഞ്ഞ് ഒരു സെർവൻറ്റിനെ കൊണ്ടുവന്നു. ആണോ? സെർവൻ്റ് ആണെങ്കിലേ തീരെ ചെറുപ്പം. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണോ? അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയട്ടോ സേതു. സെർവൻറ്റിനെ കണ്ട സെർവൻ്റാന്ന് തോന്നണ്ടേ, ഇതങ്ങനെയില്ല എന്ന് പറയണേ. അത് ശരിയാണ്, സെർവൻറ്റിനെ കണ്ട അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയട്ടോ സേതു. ഞാൻ വിചാരിക്കുന്നത് അമ്മയുടെ കാല് സുഖപ്പെട്ട് കഴിഞ്ഞാൽ അവളെ അങ്ങ് പറഞ്ഞയക്കാമെന്നാ എന്ന് പറയണം. അതേതായാലും നന്നായി, നമ്മളെന്തിനാ വെറുതെ ഓരോ തലവേദന എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് സേതു. വൈജയുടെ മനസ്സിൽ വിഷം കുത്തി വെക്കുക കേട്ടോ സീതു. കാരണം ഈ ഓരോ ഭർത്താക്കന്മാർക്ക് ഓരോ വിചാരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഭാര്യ പോരാ, അത് ശരിയാവത്തില്ല, അങ്ങനെയുള്ള കുറച്ച് മൈനസ് പോയിന്റുകളൊക്കെ അവർ കണ്ടെത്തും. സ്വന്തം ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അയാൾ പറയുന്നത്. പിന്നെ അയാൾ പറയാട്ടോ, അതുപോലെ ഇങ്ങനെയുള്ള സെർവൻസിന് എന്തെങ്കിലും ടിപ്സോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അവർ വേണ്ടാന്ന് വെക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയാട്ടോ. വൈജയന്തി ആകെ ധർമ്മസങ്കടത്തിലാവും, വൈജയന്തിക്ക് ആകെ ടെൻഷനാവും കേട്ടോ, അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട്. അപ്പം സേതു ആണെങ്കിൽ വൈജയന്തിയെ സസൂക്ഷ്മം ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്, എന്താണ് ഭാവമാറ്റം എന്നുള്ളത്. ആ സമയത്ത് ആരോ കഥകിൽ മുട്ടുകയാണേ. എന്നാൽ സേതു സാറ് പോയി ഊണ് കഴിച്ചിട്ട് വാ, 2:30 ഉള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ ജയമേഡത്തിന് കസ്റ്റമർ ഉണ്ടല്ലേ, ക്ലയൻറ്റ് ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉണ്ട്, എനിക്കിന്ന് വർക്ക് സൈറ്റിലും പോകണം എന്ന് പറയാട്ടോ. എന്തിനാ ഇങ്ങനെ ചത്ത് പണിയെടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് സേതു. എന്നിട്ട് പോവട്ടെ, ഞാൻ അപ്പുറത്തെ ക്യാബിനിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും കൊണ്ട് വൈജയന്തി കാലിലെ പ്ലാസ്റ്റർ വെട്ടാനായിട്ട് പോയേക്കുന്ന കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. 2 മാസമായില്ല ഇതിട്ടിട്ട്, നമുക്ക് ഈ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാമെന്ന് പറയാട്ടോ ഡോക്ടർ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് നടക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, നടക്കാനൊന്നും പറ്റത്തില്ല, കുറച്ച് സമയമെടുക്കും, പ്ലാസ്റ്റർ 2 മാസം ആയിട്ട് കാലനക്കാതെ വെച്ചേക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് സമയമെടുക്കും. പിന്നെ മുട്ടിന് താഴേക്ക് ചെറുതായിട്ടൊരു പ്ലാസ്റ്റർ ഇടേണ്ടി വരും, കാരണം ഇത്രയും നാൾ ഇട്ട് വെച്ചുകൊണ്ടിരുന്നതല്ലേ, കാലും മടക്കാനും നിവർത്താനും ഒക്കെ പറ്റുമെന്ന് അറിയണം. പിന്നെ അതുമല്ല ഫിസിയോതെറാപ്പി ചെയ്യണം, എണ്ണയിട്ട് തിരുമ്മണം എന്നൊക്കെ പറയണം. അങ്ങനെ സിസ്റ്ററിനോട് കട്ട് ചെയ്യാൻ പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ബാലൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി എന്ന് പറയണം. എന്നിട്ട് പ്ലാസ്റ്റർ കട്ട് ചെയ്തോന്ന് ചോദിക്കുകയാണ്. കട്ട് ചെയ്തു എന്ന് പറയാം കേട്ടോ. പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞു ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, മുട്ടിന് താഴേക്ക് വീണ്ടും പ്ലാസ്റ്റർ ഇട്ട് നടക്കാൻ പറ്റത്തില്ല, തൈലമൊക്കെ ഇട്ട് തിരുമ്മണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീന മുത്തശ്ശിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് വരുന്ന കേട്ടോ. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മുത്തശ്ശിയെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വൈജയന്തി അവിടെ ഇരുന്ന് ഊണ് കഴിക്കുന്നുണ്ട്. നീ ഇന്ന് ഊണ് കഴിച്ച് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്ന് ബാങ്കിൽ പോകണം എന്ന് പറയട്ടോ. നീ ഇന്ന് ലീവാണെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് അമ്മേ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വൈജ കൈയൊക്കെ കഴുകി പോവാട്ടോ. പിന്നീട് മുത്തശ്ശിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അലീന. മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, ഇങ്ങനെ ഈ ഊൺമേശയിൽ വന്നിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല, എത്ര നാളായി ഇവിടെ വന്നിരുന്ന് ഊണ് കഴിച്ചിട്ടെന്ന് പറയാട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് അലീന പറയുന്നുണ്ടേ, മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ എനിക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്ന്, നീ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, ഓരോരുത്തർക്കും ഓരോ ആയുസ് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അതുവരെ എന്തായാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ, അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കുക വേണം എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് അവിടെ കസേരട്ടിരിക്കുക കേട്ടോ. അപ്പം നീ കഴിക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണ അലീന. ഇപ്പോൾ ഇരുന്ന് വിളമ്പി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയാട്ടോ മുത്തശ്ശി.
ഞാനിപ്പോൾ കഴിക്കുന്നില്ല മുത്തശ്ശി, ഞാൻ പിന്നെ കഴിച്ചോളാം, മുത്തശ്ശിക്ക് വേണ്ടതൊക്കെ വിളമ്പി തന്ന് ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഊണുമേശയിൽ ഇരുന്ന് കഴിച്ചാൽ ആരെങ്കിലും വഴക്ക് പറയുന്ന ഓർത്തല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന പറയുന്നത്, ഒന്നുകിൽ സാറ് പറയണം അല്ലെങ്കിൽ മാഡം പറയണം ഇവിടെ ഇരുന്ന് കഴിച്ചോളാൻ എന്ന് പറയാം കേട്ടോ. ഇപ്പം ആരും ഇല്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ ഇരുന്ന് കഴിക്കാത്തത്. അതിനുള്ള യോഗ്യത ഏറ്റവും കൂടുതൽ എനിക്കാണെന്ന് മാഡത്തിന് എന്നെങ്കിലും മനസ്സിലാവട്ടെ, അന്ന് ഞാൻ ഇരുന്ന് കഴിക്കാം എന്ന് പറയാട്ടോ അലീന. എന്താടി നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ച് അമ്പരന്ന് അലീനയെ നോക്കുക കേട്ടോ മുത്തശ്ശി. ഏയ് ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്നതാണെന്ന് പറയട്ടെ. പെട്ടെന്നാണ് സ്ഥലകാലബോധം അലീനയ്ക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് സംശയം മാറുന്നില്ല. അങ്ങനെ മുത്തശ്ശി കഴിക്കേ, ഞാനേ ഈ വേസ്റ്റൊക്കെ ആ നായ്ക്കുട്ടികൾക്ക് കൊടുത്തിട്ട് വരാം, എന്നിട്ട് അതെടുത്തുകൊണ്ട് പോവാട്ടോ. ഉച്ച കഴിഞ്ഞില്ല, അവരെന്നെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റിലുള്ള വേസ്റ്റ് എടുത്തുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് പോവാട്ടോ. ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് രോഹിത്ത് ഹരിയെ വിളിക്കുന്ന കേട്ടോ. എടാ നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഹരി. ഫോൺ സൈലൻറ്റിലായിരുന്നു എന്ന് പറയാണ് രോഹിത്ത്. നീ അവളോട് ശൃംഗരിക്കാൻ പോയേക്കായിരുന്നു ചോദിക്കുക കേട്ടോ ഹരി. എടാ എനിക്ക് അതിനൊന്നും പറ്റത്തില്ല, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുമ്പോൾ, നീ ഇത്രയും ദിവസമായിട്ട് അവളോടൊന്നും മിണ്ടാനും സംസാരിക്കാനും ശ്രമിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവളോട് സംസാരിക്കാനുള്ള, അലീനയോട് സംസാരിക്കാനുള്ള ഓരോ സൂത്രപ്പണികൾ പറഞ്ഞു കൊടുക്കുകയാണ്. ചുമ്മാ കയറിയാണ് സംസാരിക്കണം, ഹായ് ഹലോ പറഞ്ഞിട്ട് എല്ലാം നല്ലതാണെന്ന് പറയണം, എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പറയണം, പിന്നെ എന്തെങ്കിലും ടിപ്പായിട്ട് 100 200 ഒറ്റ കൊടുക്കണം എന്നൊക്കെ പറയാണ്. പിന്നെ അവളങ്ങനെ നിൻ്റെ വഴിയിലേക്ക് വന്നോളും, അങ്ങനെ നിൻ്റെ പേടിയും മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശം കൊടുക്കുക കേട്ടോ. എടാ എനിക്ക് പേടിയാണ്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ചെല്ലുമ്പോൾ അവൾ മുഖത്തടിച്ചതുപോലെ എന്തെങ്കിലും പറഞ്ഞു പിന്നെ നാണക്കേടല്ലേ എന്നൊക്കെ ചോദിച്ച് രോഹിത്തിന് വീണ്ടും വിഷമാണ്. അപ്പോൾ അങ്ങനെ ഓരോ സൂത്രപ്പണികൾ രോഹിത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് അവൾ എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ, അത് ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ലടാ, ഞാൻ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാം, നേരിട്ട് പറയാമെന്ന് പറയട്ടെ. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് ഹരി സംസാരിക്കുന്നത്. എന്താ നാളെ തന്നെ വാ, ഞാൻ നോക്കട്ടെ കേട്ടോ എന്ന് പറയണേ ഹരി. എടാ നിൻ്റെ കയ്യിൽ ഇച്ചിരി പൈസ ഉണ്ടാവും എടുക്കാൻ ചോദിക്കാട്ടോ രോഹിത്തിനോട് ഹരി. എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ, ഒരു 500 മതി തൽക്കാലം, ഇവിടെയാണെങ്കിൽ അച്ഛനും ഇല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ കാശില്ല. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എടാ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്നതാണ്, അച്ഛനാണെങ്കിൽ ഒടുക്കത്തെ ഓർമ്മയാണ്, അതുകൊണ്ട് എനിക്ക് പേടിയാണെന്നൊക്കെ പറയട്ടെ, നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കുമെന്ന് പറയണേ. ഹരി പറയുന്നുണ്ട്, ഇവിടെ അച്ഛനില്ല മനുവേട്ടനില്ല, ആ കാണായിട്ട് ഞാൻ മാത്രം, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാശുമില്ല മനുഷ്യൻ്റെ കയ്യിൽ എന്നൊക്കെ പറയണേ. എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാട്ടോ ഹരി. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ സെർച്ച് ചെയ്യണം കേട്ടോ. ആ സമയത്താണ് വൈജ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഈ മേശയിൽ നിന്ന് കാശ് എടുത്തോന്ന് ചോദിക്കുക കേട്ടോ. ഇല്ല ഞാൻ എടുത്തില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ 7300 രൂപയുടെ എണ്ണി വെച്ചതാണ്, പക്ഷേ ഇപ്പോൾ 1000 രൂപ കുറവ് എന്ന് പറയാട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും അവിടെ ഇവിടെയൊക്കെ അന്വേഷിക്കുക, നീ ആ ബബിതയും രോഹിയും വിളിച്ചതെന്ന് പറയട്ടോ. അപ്പോൾ വൈജയാണെങ്കിൽ വന്ന് ആ കാശ് എണ്ണി നോക്കുമ്പോൾ അത് 6300 ഉള്ളൂ, ഇത് 6300 ഉള്ളല്ലോ എന്ന് പറയുമ്പോൾ, അതല്ലേ ഞാൻ പറഞ്ഞത് 1000 രൂപ കുറവെന്ന്, നീ ആ ബബിതയും ഹരിയെയും രോഹിത്തിനെയും വിളിച്ചതെന്ന് പറയട്ടോ. അവരൊന്നും കാശെടുക്കത്തില്ല, അവരൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കത്തേ ഉള്ളൂ എന്ന് പറയാണ് വൈജ. പിന്നെ ആരെടുത്തു? ഇത് മിക്കവാറും അവൾ തന്നെ എടുത്തതായിരിക്കും. ആര്? അലീന. ഇവിടെ ചുമ്മാ തൂക്കാനും തുടയ്ക്കാനൊക്കെ വരുമ്പോൾ ആരും ഇല്ലല്ലോ, അങ്ങനെ എടുത്തതായിരിക്കും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നീ വെറുതെ അവളെ സംശയിക്കണ്ട, വെറുതെ ഇല്ലാത്തത് പറയണ്ട, മോതിരത്തിൻ്റെ കേസ് തന്നെ ഓർമ്മയുണ്ടല്ലോ, വെറുതെ സംശയിച്ച അവസാനം നമ്മൾ നാണം കെട്ടില്ലേ എന്ന് പറയട്ടോ. അപ്പോൾ വൈജ പറയുന്നത്, എനിക്ക് ഇപ്പോഴും സംശയം മാറിയിട്ടില്ല എന്ന് പറയട്ടോ. അതെന്താന്ന് ചോദിക്കുമ്പോൾ, അവളെ എടുത്തിട്ട് പിടിക്കപ്പെടുന്നതായപ്പോൾ അവസാനം എൻ്റെ പേഴ്സിൽ കൊണ്ടുവന്ന് വെച്ചതാണെങ്കിലോ എന്ന് പറയാണ് വൈജയന്തി. ബാലചന്ദ്രൻ പറയുന്നത്, ഇത്രയും വളഞ്ഞ ബുദ്ധി നിനക്ക് മാത്രമേ കാണത്തുള്ളൂ, നീ എന്തായാലും ബബിതയും രോഹിയും വിളിക്കുകയെന്ന് പറയാട്ടോ. അങ്ങനെ വൈജ അവരെ വിളിക്കാനായിട്ട് പോവുകയാണ്. പിന്നീട് ബാലചന്ദ്രൻ ഹോളിലേക്ക് രോഹിത്തെ ബബിതയെ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരും കേട്ടോ. രോഹിത്താണെങ്കിൽ മുകളിൽ ടെൻഷൻ അടിച്ച് ഒന്ന് എത്തി നോക്കിയിട്ട് വീണ്ടും അകത്തേക്ക് തന്നെ പോവാണ്. രോഹിത്താണ് കാശ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ബബിത വരും കേട്ടോ. ബബിതയോട് ചോദിക്കുന്നുണ്ട്, നീ ഈ ഫോൺ കയ്യിൽ നിന്ന് താഴെ വെക്കത്തില്ല, ഏത് സമയം പിടിച്ചുകൊണ്ട് നടപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അത് അച്ഛ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ, നീ എൻ്റെ പേഴ്സിൽ നിന്ന് 1000 രൂപ എടുത്തോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ഛ ഞാൻ എടുത്തില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എടുത്തോ, എന്തിനാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. ഇല്ല അച്ഛ ഞാൻ എടുത്തില്ല എന്ന് പറയണം. വീണ്ടും രോഹിത്തിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ രോഹിത്ത് മുകളിൽ വരുന്നുണ്ട്. നീ കാശ് എടുത്തോടാന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛ ഞാൻ എടുത്തില്ല. എടാ എടുക്കുമ്പോൾ പറഞ്ഞിട്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ ഞാൻ എടുത്തില്ല എന്ന് തന്നെ പറയാട്ടോ. ആ സമയത്ത് വൈജ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പം എന്തായി, ആരും എടുത്തില്ലല്ലോ, ഈ വീട്ടിൽ തന്നെ ഉണ്ട് കള്ളൻ അല്ലെങ്കിൽ കള്ളി, അത് നമുക്ക് കണ്ടെത്താമെന്ന് പറയണം. ബാലചന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടാതെ പോവുക. അപ്പോൾ എന്തായാലും ഇത് ചോദിക്കന്നെ വേണം എന്നുള്ള രീതിയിലൊരു ഭാഗത്തിൽ നിൽക്കുക കേട്ടോ വൈജ.
പിന്നീട് കാണിക്കുന്നത് അലീന ഇങ്ങനെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ വന്നിട്ട് അലീനയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പൈസക്ക് വല്ല അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. ഇല്ല, എന്തേ? അപ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ പൈസക്ക് അത്യാവശ്യം വന്നാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക. നിനക്ക് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ നിനക്ക് വല്ല പൈസയും വേണോ എന്ന് ചോദിക്കുക കേട്ടോ. വേണ്ട. പിന്നെ നിനക്ക് വല്ല പുതിയ ചുരിദാറോ മറ്റോ വേണോ എന്ന് ചോദിക്കുക കേട്ടോ. അല്ല, വേണ്ടാന്ന് പറയട്ടോ. അപ്പോൾ നിനക്ക് എന്തെങ്കിലും പൈസക്ക് അത്യാവശ്യം വന്നാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക കേട്ടോ. അത്യാവശ്യത്തിന് പൈസ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ നിൻ്റെ കയ്യിൽ പൈസയുണ്ട്. അത്യാവശ്യത്തിന് പൈസയുണ്ട്. അപ്പോൾ നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന് ചോദിക്കുക കേട്ടോ. എത്രയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അലീനയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുക കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇവിടെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്തേ ബാലചന്ദ്രൻ്റെ പേഴ്സിൽ നിന്ന് പൈസ ഇങ്ങനെ കാണാതെ പോകുന്നുണ്ട് എന്ന് പറയാട്ടോ വൈജ. അങ്ങനെ അലീനയ്ക്ക് കാര്യം മനസ്സിലാവും കേട്ടോ, എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ള. അപ്പോൾ അലീന വേഗം പറയുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാട്ടോ. നീ എടുത്തിട്ടില്ലെന്നോ? ഞാൻ നിന്നോട് ചോദിച്ചോ നീ എടുത്തോന്ന്? പിന്നെ എങ്ങനെ നിന്നോട് ചോദിച്ചാൽ നിനക്ക് മനസ്സിലായി എന്ന് പറയാട്ടോ വൈജയന്തി. എനിക്ക് മനസ്സിലായി മാഡം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ, നീ എൻ്റെ മനസ്സിൽ കയറി കോപ്പി അടിക്കാനൊന്നും നോക്കണ്ട. എടുത്തതാണെങ്കിൽ ആ കാശ് തിരിച്ചു വെക്കാൻ നോക്കും. ഞങ്ങളാരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നീ ഒരു അത്യാവശ്യത്തിന് എടുത്തതായിട്ട് ഞങ്ങൾ കണക്കാക്കൂ എന്ന് പറയുമ്പോൾ, ഞാൻ എടുത്തിട്ടില്ല, അതിന് ഇന്നലല്ലേ തിരിച്ചു വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, മര്യാദക്ക് ആ കാശ് എടുത്തത് തിരിച്ചു വെച്ചോ, അതാ നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ, ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല, ഞാൻ മറ്റൊരാളുടെ പൈസ കട്ടെടുക്കാറും ഇല്ല എന്ന് പറയാട്ടോ. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാറില്ല എന്ന് പറയാണ്. അത്യാവശ്യത്തിനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ അലീന പറയാട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരിച്ചു വെക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ വീണ്ടും അവളെ വഴക്ക് പറയുമ്പോൾ, മാഡത്തിൻ്റെ മക്കളാരെങ്കിലും എടുത്തതായിരിക്കും, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയട്ടോ. എൻ്റെ മക്കളെ നീ കള്ളിയാക്കാൻ നോക്കണ്ട, കള്ളനും കള്ളിയാക്കാൻ നോക്കണ്ട, അവരാരും എടുക്കത്തില്ല, അവർ നിന്നെപ്പോലെ അനാഥയല്ല, അച്ഛനും അമ്മയും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളിങ്ങനെ ഇകഴ്ത്തി സംസാരിക്കുക കേട്ടോ. ആവശ്യം വന്നാലേ അവർക്ക് ചോദിക്കാൻ അച്ഛനും അമ്മയും ഉണ്ട്, അവർക്ക് കട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന വൈജയന്തി. അലീനെ ആകെ വല്ലാതായി പോവാട്ടോ ആ സമയത്ത്. എന്നിട്ട് തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വൈജയ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയ് അവിടെ നിന്ന് മെല്ലെ തിരിഞ്ഞ് പോകാൻ നോക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് രോഹിത്ത് ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ടെറസിലേക്ക് തുണിയൊക്കെ എടുക്കാനായിട്ട് പോകുന്നത് കാണാം കേട്ടോ. പെട്ടെന്ന് രോഹിത്ത് അവിടെ നിന്ന് അങ്ങനെ മറഞ്ഞു നിന്നിട്ട് അവളെ വാച്ച് ചെയ്യണേ. അങ്ങനെ അലീന ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാൻ താഴേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അതെ എന്നുള്ള രീതിയിൽ എന്തോ സംസാരിക്കാൻ എന്ന ഭാവത്തിൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരിക കേട്ടോ. പക്ഷെ ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല കേട്ടോ രോഹിതിന്. അങ്ങനെ അലീന ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.